ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇത്തവണ എൻ്റെ വർക്ക് ലൈഫിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ആക്ച്വലി എനിക്ക് വേണ്ടി ഞാനല്ലാതെ വേറെ ആരും എഴുന്നേറ്റ് നിൽക്കാനല്ലല്ലോ. അപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് എന്നോട് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ വർക്ക് ലൈഫിൽ തന്നെ OET അതായത് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു. സാധാരണ എനിക്കത് ഇൻസ്റ്റിറ്റ്യൂഷൻകാരാണ് ബുക്ക് ചെയ്ത് തരാറുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വർക്ക് ലൈഫിൽ സാധാരണ കൊളീഗ്സ് എല്ലാവരോടും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബുക്കിങ്ങിനെയൊക്കെ പറ്റി പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സീനിയർ ഡോക്ടർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇൻ്റർനാഷണൽ കാർഡാണ്, ഞാൻ നിനക്ക് ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, കാരണം കൊളീഗാണല്ലോ, അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ആദ്യത്തെ തവണ ബുക്ക് ചെയ്തു, സക്സസ്ഫുള്ളായി. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അത് റീവാലുവേഷന് കൊടുക്കേണ്ടി വന്നു. റീവാലുവേഷന് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ പാസ്സാണ് അതിനകത്ത്. അപ്പോൾ റീഫണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, ഇങ്ങനെ ഇമെയിൽ വഴി. അപ്പോൾ എനിക്ക് ആ കിട്ടിയ ഇമെയിൽ അനുസരിച്ചിട്ട് വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഈ OETയുടെ അവർക്ക് മെയിൽ അയച്ചു, എനിക്കിങ്ങനെ റീഫണ്ട് കിട്ടിയില്ല, എന്താണ് കാരണം, എന്താണ് ഡിലേ ആവുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എടോ തനിക്ക് അപ്പം തന്നെ റീഫണ്ട് ഇട്ടിട്ടുണ്ട്, താൻ ഏത് കാർഡിൽ നിന്നാണോ അത് ചെയ്തത് അവിടെ പോയി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഡോക്ടറാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നിരുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ആളോട്, എന്തെങ്കിലും പൈസ റീഫണ്ടായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 1.5 മാസം എന്നിട്ട് കളിപ്പിച്ചു, വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അപ്പോൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വീണ്ടും ഇവർക്ക്, അതായത് OETയുടെ ആ മെയിലിൽ കയറി മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പൈസ ഞങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഏത് കാർഡിൽ നിന്നാണോ അത് ചെയ്തത്, ബുക്ക് ചെയ്തത്, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വീട്ടിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ ഡോക്ടർ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമായിരിക്കും എന്നൊക്കെ പറയണേ, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു, നീ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യ്, അപ്പോൾ നമുക്ക് നോക്കാം, ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ടും ഒരു ആക്ഷനും ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. പാരൻസിനെ വിളിച്ച് ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ ഞാൻ ഡോക്ടറുടെ അടുത്ത് വീണ്ടും മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കുകയാണോ വിളിക്കുകയായിരുന്നോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ ഞാൻ എന്തായാലും കാര്യം അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാരണം കൊണ്ട് എന്നോട് ചോദിച്ചു, മഞ്ജുവിന് വേണമെങ്കിൽ ഇനി സ്ക്രീൻഷോട്ട് വേണോ അതിൻ്റെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, നമുക്ക് അതൊരു ഇത്രയും വലിയ ചീഫ് ഡോക്ടറാണ്, അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റും ട്രസ്റ്റ് ബിൽഡിങ്ങും ഒരുമിച്ച് വരുമല്ലോ എന്ന് ഓർത്തിട്ട്, ചിലപ്പോൾ ഞാൻ ചോദിക്കില്ലെന്ന് ഓർത്തിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് സ്ക്രീൻഷോട്ട് വേണമെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്ന് ബാക്കായി സംസാരത്തിൽ. പിന്നത്തെ എൻ്റെ വിളിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മഞ്ജു ഇപ്പോൾ പൈസ കയറിയിട്ടുണ്ട്, ഞാൻ അയച്ചു തരാം എന്നാണ്. അപ്പോൾ ഞാൻ ആ സ്ക്രീൻഷോട്ട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എത്രയോ 6,000 7,000 അത്രയും കണ്ട്, എനിക്കിപ്പോൾ ഓർമ്മയില്ല കറക്റ്റ് എമൗണ്ട്, അത്രയും കണ്ട് ഉണ്ടായിരുന്നു. ഞാനത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കത് കിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് വേറെ ഒരു ബിഹേവിയർ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ എക്സാം പലപ്പോഴും ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നോട് ബുക്ക് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ പൈസയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ആരായാലും വാങ്ങിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഒരു ഡോക്ടർ ചെയ്യുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ലോ ലെവലായി പോകുമല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുക്ക് ചെയ്യാൻ ഞാൻ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം, കാരണം എൻ്റെ സ്ട്രഗ്ലിങ് ഫേസ് ആണ്, എൻ്റെ അധികം പൈസയൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതുന്നതെന്ന് പറഞ്ഞു. അയ്യോ മഞ്ജു, അതിനകത്ത് ബാലൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പോയി വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഐ തിങ്ക് ഒരു 1,500 1,000 അതിൻ്റെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നതല്ലേ, സോ ഇനിയിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതിപ്പോൾ ഓക്കെ, അത് പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കാര്യം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാനല്ല, പല സ്റ്റാഫുകളെയും ഫേസ് ചെയ്തിട്ടുണ്ട്. പല സ്റ്റാഫുകളെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഡോക്ടറിന് ഒരു സ്റ്റാഫിനെ ഇഷ്ടമല്ലെങ്കിൽ അവരെ ഇട്ടാട്ടി നല്ല രീതിയിൽ എന്താ പറയുക, മെൻ്റലി ടോർച്ചറിങ് ചെയ്യും. അതുപോലെ പിന്നെ ഞങ്ങൾ നേഴ്സുമാരെന്ന് പറയുന്നത് പഠിച്ച് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചീഫ് ഡോക്ടേഴ്സിൻ്റെ ECG എടുത്തു തരാനോ തല മസാജ് ചെയ്യാനോ അല്ല. എൻ്റെ അടുത്ത് ആ പരിപാടി നടക്കില്ല എന്നാൽ ഇപ്പോൾ പല സ്റ്റാഫുകളുടെ അടുത്ത് അങ്ങനെ പരിപാടികൾ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ന് വർക്ക് ലൈഫിലല്ല തീർക്കേണ്ടത്, അതായത് നേഴ്സുമാരുടെ നെഞ്ചത്തല്ല കയറേണ്ടത്. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഞങ്ങൾക്ക് സാലറി കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് സാലറി കയറേണ്ട സമയമായപ്പോൾ എൻ്റെ ഒരു കൊളീഗും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും സാലറി ഡോക്ടർ ചോദിക്കുവാണ് ഞങ്ങളുടെ അടുത്ത്. എനിക്കൊന്ന് മറക്കാനാണ്, നിങ്ങളുടെ രണ്ടാളുടെയും സാലറി തരുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ അങ്ങനെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്ക് ചിലവാക്കാനുണ്ട്, സോ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൊളീഗ് എനിക്ക് തോന്നുന്നു എന്തോ സംതിങ് കൺട്രോൾഡ് ആയിരുന്നു എന്ന് തോന്നുന്നു, ഡോക്ടറുടെ കൺട്രോളിലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടി വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ ജോബിൽ നിന്ന് ഇറങ്ങാൻ ഉള്ള 2 റീസൺസിൽ ഒരെണ്ണം അതാണ്. പക്ഷെ ഞാനത് റിസൈൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ല, ആർക്കും ഒരു ഹേർട്ടിങ്സ് വേണ്ട, ഒരു പ്രോബ്ലം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങുന്ന ആ ദിവസം പോലും ഗ്രൂപ്പിൽ എന്നെ, അതായത് ഫോൺ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് എന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഒരു രീതിക്ക് ഒരു ഇൻസൾട്ട് ചെയ്തിട്ടാണ് വിട്ടത്. എന്നിട്ട് ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. പിന്നെ ഉള്ള കൊളീഗ്സ് ഈ ഡോക്ടറിനെ പേടിച്ചിട്ട് എന്നോടൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ അവരുടെ ഭാഗത്ത് നിൽക്കാനും പറ്റില്ല, അങ്ങനെ ഒരു രീതിക്കായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ചില ട്രസ്റ്റുകാർ ഇത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാനൊരു മനുഷ്യനാണ്, ഞാനും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത് നഴ്സിംഗ്, അല്ലാതെ ആരും എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചതൊന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിനുള്ള ഫ്രീഡത്തോടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം തന്നെ. അതുപോലെ തന്നെ എന്താ പറയുക, ഡോക്ടേഴ്സ് ആ പൊസിഷനിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സുമാരുടെ തലയിൽ കയറേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, മെൻ്റലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കുക വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന പല ജൂനിയർ ഡോക്ടേഴ്സും എന്നെ ഭയങ്കര കമ്പനിയായിരുന്നു, നല്ല സിസ്റ്ററിനെ പോലെയാണ് എന്നെ കൊണ്ടുനടന്നത്. പക്ഷേ എന്താ പറയുക, ചില ഡോക്ടേഴ്സ്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചിലവർ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോയിരുന്നത്. എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോഴത്തേനും ചില സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഇൻസൾട്ട് സഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരാൾ ഞാനാണ്. നാളെയും ഇതുപോലെ ഒരാൾ എന്നോട് ബിഹേവ് ചെയ്യുവാണെങ്കിൽ അവർ ഈ വീഡിയോ ഓർക്കണം. അപ്പോൾ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ക്ലൂ വേണമല്ലോ. നമുക്കൊരു ബുക്ക് എഴുതാം, റിച്ച് ഡോക്ടർ പുവർ ഡോക്ടർ എന്ന് പറഞ്ഞു. അതായിരിക്കുമല്ലേ നല്ലത്. അപ്പോൾ ബൈ.